തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്ടിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയമ്പിനെ കുറിച്ചാണ്. ബുദ്ധിവികാസത്തിനും കണ്ഠശുദ്ധിക്കും ആയുർവേദം നൽകുന്ന ഉത്തമമായൊരു ഔഷധമാണ് വയമ്പ്. അരേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം അക്കോറസ് കലാമസ് എന്നതാണ്. അതിതീക്ഷ്ണമായ ഗന്ധമുള്ളതുകൊണ്ട് ഇതിനെ സംസ്കൃതത്തിൽ ഉഗ്രഗന്ധ എന്നാണ് പറയുന്നത്. കൂടാതെ വജ, ശതപർവിക, ഷഡ്ഗ്രന്ഥി എന്നെല്ലാം ഇതിന് സംസ്കൃതത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കുളങ്ങളുടെ അരികുകളിലും ചെളിയും വെള്ളവും കെട്ടി നിൽക്കുന്ന ചതുപ്പുകളിലും വളർന്നു വരുന്ന ഒരു സസ്യമാണിത്. ഇത് ബഹുവർഷീയ ഔഷധി കൂടിയാണിത്. ഇന്ത്യയിലും മ്യാൻമറിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഭൂമിക്കടിയിൽ ഇതിൻ്റെ മൂലകാണ്ഡം സമാന്തരമായി വിന്യസിച്ച് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ നീളമുള്ളതും ഏകദേശം 90 സെൻറ്റിമീറ്ററോളം നീളത്തിലും 3 തൊട്ട് 4 സെൻറ്റിമീറ്ററോളം വീതിയിലുമാണ്. ഇതിൻ്റെ അഗ്രം കൂർത്ത് വാൾമുന പോലെ കാണപ്പെടുന്നു. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതും പൂങ്കുലയായി കാണപ്പെടുന്നതുമാണ്. ഫലം ബെറി രൂപത്തിൽ മഞ്ഞ കലർന്ന പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിൽ ഏകദേശം 3 എണ്ണത്തോളം വിത്തുകളും കാണപ്പെടുന്നു. മാതൃസസ്യത്തിൻ്റെ തലഭാഗമാണ് നടാനായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഭൂകാണ്ഡം വെയിലത്ത് വെച്ച് ഉണക്കി കിട്ടുന്നതാണ് ഇന്ന് നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന വയമ്പ്. ഇതിൻ്റെ പ്രധാന ഔഷധയോഗ്യ ഭാഗം തന്നെ ഇതിൻ്റെ മൂലകാണ്ഡമാണ്. ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും കലാമസ് എന്ന തൈലം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയിൽ ഓക്സാലിക് ആസിഡും കാൽസ്യവും അടങ്ങിയതാണ്. ഓർമ്മശക്തി, ബുദ്ധിശക്തി, സ്വരം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഉത്തമമായൊരു ഔഷധമാണ്. ഉന്മാദം, അപസ്മാരം തുടങ്ങിയ മാനസിക രോഗങ്ങൾ, കുഷ്ഠം, ദന്തരോഗം, മൂത്രതടസ്സം തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം ഇത് നല്ലൊരു ഔഷധമാണ്. അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഗവേഷണ പഠനങ്ങൾ ഇതിൻ്റെ അണുനാശക ശക്തിയെയും ശോഭഹര ശക്തിയെയും വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. വയമ്പ് അല്ലെങ്കിൽ വജ എന്ന് പറയും. ഈ വജാതി ചൂർണം, വജാലക്ഷനാദി, അയസ്കൃതി, ഇങ്ങനെ അനവധി ഔഷധങ്ങൾ ഈ വയമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് വയമ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഈ വയമ്പിൽ ചെറിയ അംശത്തിൽ അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബുദ്ധി വളരും, ബ്രെയിനും വളരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ഉന്മാദരോഗികളുടെ ഡോസ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വയലൻ്റായ ആൾക്കാരടക്കം കാമൻകൊറ്റായിട്ട് വരും. ഇത് കഫശമനമാണ്. ഇത് ബുദ്ധി വളരാനും ഇത് ഈ വെള്ളം തിളപ്പിച്ച് ഈ പാലിലിട്ട് തിളപ്പിച്ച് ദിവസേന കൊടുത്തു കഴിഞ്ഞാൽ ഈ ബുദ്ധി നല്ലോണം ഉണ്ടാവുമെന്നാണ് പറയാം. പിന്നെ ഈ തൊണ്ടയിലുണ്ടാകുന്ന കഫക്കെട്ട്, ഈ പാട്ടുകാർക്കൊക്കെ തൊണ്ടയിലുണ്ടാകുന്ന കഫക്കെട്ട് ഈ വയമ്പ് പൊടിച്ച് ലേശം തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറയും. പിന്നെ ഈ ആയുർവേദത്തിൽ ഈ വയമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം ഇതൊരു വമനദ്രവ്യം എന്നാണ് പറയുക. അതായത് ആയുർവേദത്തിൽ ഈ ഛർദ്ദിപ്പിക്കുക എന്ന് പറഞ്ഞ ചികിത്സയുണ്ട്. ഈ പഞ്ചകർമ്മത്തിൽ ഈ ഛർദ്ദിപ്പിക്കാനുള്ള ചികിത്സയിൽ ഈ വയമ്പിൻ്റെ ചൂട് ഒരു 10 ഗ്രാം അതുപോലെ ഇന്ദുപ്പും തേനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഛർദ്ദിക്കും, നല്ല പോലെ ഛർദ്ദിക്കും. ആ ഛർദ്ദിക്കുന്നത് എന്തിനാ വെച്ചാൽ കഫശമിപ്പിക്കണം. കഫശമനമാണ് വയമ്പ്. ഇവിടെ എല്ലാം കെട്ടിക്കിടക്കുന്ന കഫം അങ്ങോട്ട് ഛർദ്ദിപ്പിച്ച് കളഞ്ഞാൽ ഈ ശ്വാസരോഗം, ആസ്മ രോഗം, തലവേദന ഇതൊക്കെ ശമിക്കും.